It's been about a month and 20 days, and we go around and play silly games. Now you say you slow it down, not right now. Then you wink at me and walk away. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. Marina was a couple Saturday. You're acting like a diva, say you don't wanna play. It's gotta be a feisty style, raise that pride. I love the way you look at me that way. Now when you order a mojito at the bar, replaying a lip because it came up on the glass. The DJ play your favorite song all night long. Now you're beckoning for me to dance. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. സ്റ്റോപ്പ് ഇറ്റ് ചിന്നു. അവന്റെ വക്കാലത്ത് കൊണ്ട് നീ എൻ്റെ അടുത്ത് വരണ്ട. നിനക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. നഷ്ടപ്പെട്ടത് എനിക്കാ. സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച അവൻ എന്നെ ചതിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടത് എന്തുകൊണ്ടെന്നറിയോ? അവനെ പോലെ തരം താഴ്ന്ന ഒരുത്തനല്ല ഞാൻ. പിന്നെ നിന്നെ ഞാൻ എൻ്റെ ജീവനിലേറെ സ്നേഹിച്ചു പോയി. എനിക്കിനി ഒന്നും കേൾക്കണ്ട. നീ എൻ്റെ കൂടെ ഇപ്പം വരണം. വാ ഇജയ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്നോടല്ലേ പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ കൊണ്ടുപോവല്ലേ അളിയാ. ഞാൻ വരുന്നതിന് മുന്നേ എന്റെ പെങ്ങളെയും കൊണ്ട് പോകാന്ന് കരുതിയോ അളിയ? അത് നടക്കത്തില്ലല്ലോ. ഇവിടുന്ന് കൊണ്ടുപോവാനാണ് ഞാൻ വന്നതെങ്കിൽ കൊണ്ടുപോയിരിക്കും. എന്നാ അതൊന്ന് കാണല്ലോ. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ പെങ്ങളെയും കൊണ്ട് നീ അങ്ങ് പോവോ? ഇത് നിന്റെ വീടായിരിക്കും, പക്ഷെ ദേ ആ നിൽക്കുന്നത് എന്റെ മാത്രം. അത് നീ അങ്ങ് പറഞ്ഞാ മതിയോ അവൾ നിന്റേത് മാത്രമാണെന്ന്? നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന്? മതി. അവക്ക് ഇന്ന് ഈ ലോകത്ത് ഒരേ ഒരു അവകാശം മാത്രമേ ഉള്ളൂ, അത് ഞാനാ. ആ അവകാശത്തിന്റെ പുറത്താ എനിക്ക് അവളൊന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നീ എന്നോട് ചെയ്തതിനൊക്കെ അവളെ വെച്ച് എനിക്ക് തിരിച്ച് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല. നിനക്കിനി ചെയ്യാൻ അറിഞ്ഞാലും നീ ഒന്നും ചെയ്യില്ല. ബിക്കോസ് യു കാണ്ട്. നിനക്കതിന് കഴിയില്ല. അത് നീ എത്ര വട്ടം തെളിയിച്ചതാണ് എഡ്വി. സോ ആ മാറ്റർ വിട്. അതേടാ, നിന്നോടുള്ള പ്രതികാരം എനിക്കൊരിക്കലും അവളുടെ മേൽ തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാ അവക്ക് നിങ്ങളുമായിട്ടൊരു ബന്ധവും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. അവൾ എൻ്റെ ഭാര്യ മാത്രമായിട്ടായിരിക്കും ഇനി അറിയപ്പെടുക, അല്ലാണ്ട് നിന്റെ പെങ്ങളായിട്ടല്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ് റെക്സി. ഇതെൻ്റെ തോന്നൽ മാത്രമല്ല, അതാണ് ഇനി തൊട്ടുള്ള സത്യം. അവളെ ഞാൻ എന്ന് താലി കെട്ടിയോ അന്ന് തൊട്ട് അവൾ എൻ്റേത് മാത്രമാണ്. അവൾക്ക് വേറെ ആരുമില്ല, ഞാൻ മാത്രം മതി. ഓ, അത്രക്ക് ഉറപ്പുണ്ടോ നിനക്ക്? അങ്ങനെങ്കിൽ നീ അവളെ കൊണ്ടുപോ, ഞാനൊന്ന് കാണട്ടെ. ചിനു നോക്ക്, എൻ്റെ ക്ഷമ നശിച്ചിരിക്കുക. നീ എൻ്റെ കൂടെ വാ. നിനക്ക് ഇവരാരും വേണ്ട, ഞാൻ മാത്രം മതി. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ, അതാണ് നിനക്ക് നല്ലത്. ഇവൻ എന്നോട് ചെയ്ത ദ്രോഹത്തിന് ഈ പന്നിയെ എൻ്റെ കൈ കിട്ടിയ തീർക്കാൻ കാത്തിരിക്കുക ഞാൻ. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. ഞാൻ അവനുള്ളത് കൊടുത്തോളാം. അത് നീ എൻ്റെ കൂടെ വാ. എനിക്കങ്ങനെ വരാൻ പറ്റില്ല. വിജയ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്.
അതൊന്ന് മനസ്സിലാക്ക്. ഹോബിച്ചാനൊന്ന് പറയാൻ സമ്മതിക്ക്. ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്ക്. നമുക്ക് എല്ലാം തീർത്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. അല്ലാണ്ട് ഞാൻ ഇച്ചാൻ്റെ കൂടെ ഒരിക്കലും വരില്ല. എനിക്ക് വയ്യ ഇതൊന്നും സഫർ ചെയ്യാൻ. ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാ. അപ്പൊ നിനക്കെല്ലാം തീർത്തിട്ട് വരണം അല്ലേ? ഹാസ് യു വിഷ്? ഇതെന്താ കാണിക്കുന്നേ? ഇച്ചായ, ഡോണ്ട് ഡു ദിസ് പ്ലീസ്. ഞാൻ ഇതല്ലേ പറഞ്ഞത്. ഇച്ചായ പ്ലീസ്. സോ സോറി ചിന്നു, നീ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ ഞാൻ പണ്ടേ തീർക്കേണ്ടതായിരുന്നു. ഇത്രയും കാലം ഞാൻ അവനെ വളരാൻ അനുവദിച്ചു. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ബട്ട് ഇവനെ ഇത്ര ഈസിയായി കൊല്ലാനായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. വേദന അറിഞ്ഞ് ചാവണമായിരുന്നു. എൻ്റെ നിച്ചും അമ്മയെ അനുഭവിച്ച എല്ലാ വേദനയും ഇവനും അറിയണമായിരുന്നു. സാരമില്ല, ഇനിയും ഇവനെ വളരാൻ അനുവദിച്ചൂടാ. അത് എനിക്കിനി ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. എന്നോട് എൻ്റെ നിച്ചും അമ്മയും ഒരിക്കലും പൊറുക്കില്ല. മാത്രമല്ല, നീ പറഞ്ഞ പോലെ എനിക്ക് വയ്യ ഇനി ഇതൊന്നും സഫർ ചെയ്യാൻ. എനിക്കും ജീവിച്ചു തുടങ്ങണം, അത് നിൻ്റെ കൂടെ. ഇവരൊക്കെ അതിന് തടസ്സമാണ്. സോ നമുക്ക് ഈ ഗെയിം ഇവിടെ നിർത്താം. ഗുഡ് ബൈ ഹെക്ടർ. What the fuck? Sino? ഹോബിച്ചായ, എനിക്ക് പേടിയാവുന്നു. ഇച്ചാൻ എന്തെങ്കിലും സംഭവിക്കോ? ചിന്നു, നീ ടെൻഷനാവാതെ. ഒന്നുമില്ലെങ്കിലും നീ മെഡിക്കൽ ഫീൽഡിലുള്ളതല്ലായിരുന്നോ? ഇത് ജസ്റ്റ് നമ്മളൊന്ന് അവനെ മയക്കിയതല്ലേ. കുറച്ച് കഴിഞ്ഞാൽ അവനെ ഉണരും. എന്തോ ഇത് വേണ്ടായിരുന്നില്ല. നമുക്ക് ഒന്നുകൂടി സംസാരിച്ച് നോക്കിയാൽ മതിയായിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നു. നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചിന്നു? നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, അവനായിട്ടൊരു ടോക്ക് എനിക്ക് പോസിബിൾ അല്ല. അതിനവൻ ഒരിക്കലും നിന്ന് തരില്ല. അതാ നിന്നോട് ഞാൻ ആ ഇഞ്ചക്ഷൻ കയ്യിൽ കരുതാൻ പറഞ്ഞേ. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. അത്ര വിചാരിച്ചാൽ മതി. ഇന്നത്തോടു കൂടി എല്ലാം അവസാനിക്കും. അവൻ എല്ലാ സത്യങ്ങളും അറിയും. പിന്നെ അവൻ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. അതല്ല ചിന്നു, മമ്മി ഇതെവിടെ? ഇത്രയും സീൻ ഉണ്ടായിട്ടും മമ്മി ഇങ്ങോട്ടൊന്നും കണ്ടില്ല. ഞാനിവിടെ ഉണ്ടടാ. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. നീയല്ല എന്നോട് പറഞ്ഞേ അവൻ വരുമ്പോ ഈ പരിസരത്തോട്ടേ വരണ്ടാന്ന്. അതുകൊണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നേ. എന്നാ മമ്മി ഡാഡിയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ, പെട്ടെന്ന് തന്നെ. അവന് ബോധം തെളിയുന്നതിന് മുന്നേ അവിടെ എത്തിക്കണം. ഡാഡിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് മോനെ. അതല്ല, ഈ ഡെന്നി നീലും എവിടെ പോയി കിടക്ക്? കുറെ നേരമല്ലോ. അവരെ കുറിച്ച് ഓർത്ത് എൻ്റെ പൊന്നു മമ്മി പറയിടാവണ്ട. ഞാൻ അവർക്ക് കൊടുത്തൊരു മിഷൻ സക്സസ് ആക്കിക്കൊണ്ടിരിക്കുക. അത് ശരി. ഇച്ചായ എത്തിയല്ലോ. ഇത്ര പെട്ടെന്ന് എത്തിയോ നിങ്ങള്? ഹോബി, നമുക്കെന്നാ ഇവനെ കൊണ്ട് പോയാലോ? അതെ പപ്പ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ചിന്നു, മമ്മി, നിങ്ങൾ പോയി കാറിലിരിക്ക്. പപ്പ, ഇവനെ പിടിക്ക്, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. ഹാ, ആരിത്? ഫെലിക്സോ? നീ എന്താടാ ഇവിടെ? എൻ്റെ മോളെ കെട്ടാൻ വന്നതല്ലേ? കെട്ടണ്ട നിനക്ക്? നീ എന്തടാ പട്ടി വിചാരിച്ചേ? നീ ചെയ്ത കുറ്റം എൻ്റെ തലയിലിട്ടിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനോ? അത് കൊള്ളാലോ. എന്തായാലും ഇന്ന് നിന്റെ ദിവസം മോനെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നല്ലേ. ഭൂലോക ഫ്രോഡായ ഫെലിക്സ് ഇന്ന് വലയിൽ വീണു.
അത് നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ പാവത്തിന് നീ കൂടെ നിന്ന് ചതിക്കുമല്ലായിരുന്നടാ ദുഷ്ട. ഇന്നെന്തായാലും അതിൻ്റെ അവസാനം. നിങ്ങളൊക്കെ ഇനി എത്ര ശ്രമിച്ചാലും റെക്സി അവനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നീ സത്യവാനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവന് മനസ്സിലായിക്കോളും. അതുകൊണ്ട് ആ ഒരു പേടിയേ എനിക്കില്ല. നീ അവനോട് പോയി പറ, എല്ലാം ചെന്ന് പറ. അവനൊന്നും വിശ്വസിക്കില്ല. So, you really think I'm a fool? What a fun. നീ കരുതുന്നുണ്ടോ വിത്തൗട്ട് എനി പ്രൂഫ് ഞാൻ അവനോട് ചെന്ന് കാര്യം പറഞ്ഞ അവൻ വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്? എങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ അത്ര മരക്കഴുതയല്ല നിന്നെ പോലെ. എൻ്റെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട്. ഇത്തവണ ഞാൻ നിന്നെ പൂട്ടാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയതാ. ഈ പ്രൂഫും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ അന്നുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സമയവും സന്ദർഭവും ഒത്തു വന്നില്ല. ഇപ്പോഴല്ലേ കിട്ടിയത്. ഏതായാലും ഇതിൽ നിന്നെ ഞാൻ പൂട്ടിയിട്ടേ അടങ്ങും. നമുക്ക് കാണാം മിസ്റ്റർ ഫെലിക്സ്. നിന്റെ അടുത്ത് എന്ത് പ്രൂഫാടാ ഉള്ളത്? ചത്ത് തൊലഞ്ഞവർ വന്ന് പറയോ ഞാനാണിതൊക്കെ ചെയ്തതെന്ന്? ഒരിക്കലുമില്ല. നീ ഇങ്ങനെ എന്നോട് വായിട്ടരച്ചിട്ട് കാര്യമില്ലടാ. അവനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കണ്ടില്ല ഹോബിച്ചായ ഈ പട്ടിയുടെ അഹങ്കാരം. മിക്കവാറും ഇവൻ എൻ്റെ കൈയോടെ തന്നെ തീരും. നോഡനി, ഇവനെ വേട്ടയാടേണ്ടത് വേട്ടക്കാരനായ ടൈഗർ തന്നെയാ. അവൻ്റെ ഇരയാ ഇവൻ. എന്തുകൊണ്ടോ കൂടെ നടന്നിട്ടും അവനതറിയാതെ പോയി. അതറിയുന്ന നിമിഷം തൊട്ട് ഇവൻ്റെ പല്ലും നഖവും മിച്ചം വന്നാൽ തന്നെ ഭാഗ്യമെന്ന് കരുതാം. എന്തായാലും വാ, നമുക്ക് പോവാം. അവൻ ആ ചെയറിൽ പോയി കെട്ടിയിട്ടേക്ക്. ഞങ്ങളിപ്പോൾ വരാം. ഹോബിച്ച, റെക്സി അവൻ ഉണരുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവൻ ഉണരട്ടെ, അതിനല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നേ. അവൻ്റെ റിയാക്ഷൻ എങ്ങനെയായാലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഹോബിച്ച, ദേ അവൻ എടാ, എൻ്റെ കെട്ടയച്ച് വിടണ പട്ടി. ഓ, മോളിവിടെ ഉണ്ടായിരുന്നു. എന്തിനാടാ പട്ടി എന്നെ ഇവിടെ കെട്ടിയിട്ടേക്കുന്നേ? അഴിച്ചു വിടടാ. കൂൾ റെക്സി, കൂൾ. നിന്നെ ഇവിടെ കെട്ടിടാനൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ നീ ഞാൻ പറയുന്നത് കേൾക്കാൻ നിന്ന് തരാത്തതുകൊണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാ. കുറേ നേരം ഇങ്ങനെ കെട്ടിയിടാനും ടേസ്റ്റിട്ടില്ല. നിന്ന് വാചകടിക്കാതെ അയക്കടാ കെട്ട്. അതൊക്കെ ഞാൻ അയക്കാം. അതിനു മുന്നേ ഞാൻ പറയാനുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സ് റെക്സി കാണിക്കണം. എനിക്ക് നിന്നെ ഒന്നും കേൾക്കണ്ടടാ പുല്ലേ. എന്താ നിനക്ക് പറയാനുള്ളത്? കുമ്പസാരാണോ എൻ്റെ മമ്മനെയും നിച്ചുനെയും കൊന്നതിൻ്റെ? പറ റെക്സി, റിലാക്സ്. ഞാൻ അതേപ്പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത്. നീ വിചാരിച്ചു വെച്ചതൊന്നുമല്ല സത്യം. നീ അത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ കൂടെ നടന്ന് ചതിക്കുന്നത് ഞാനല്ല. പിന്നെ ആരാ? ഫെലിക്സോ? അവനാണ് ഇതൊക്കെ ചെയ്തതെന്നല്ലേ നീ പറയാൻ വരുന്നത് അല്ലേ? ഇതെന്നോട് ആദ്യം ഫെലിക്സ് പറഞ്ഞതാ. അവസാനം ഇതൊക്കെ അവൻ്റെ തലയിൽ നീ കൊണ്ടയിടും.
അതിന് വേണ്ടിയാണോ ഈ പ്രകടനമൊക്കെ? നീ അവന്റെ പേര് പറഞ്ഞോ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു നീ കരുതുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളല്ല നീയെന്ന് എനിക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഫെലിക്സ് എന്നൊരു പേര് പറഞ്ഞെന്ന് കരുതി നീ വിശ്വസിക്കില്ല. അതിന് മാത്രം മണ്ടനല്ല നീയെന്ന് എനിക്കറിയാം. സോ അതിനുള്ള എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. എന്ത് പ്രൂഫാടാ നിന്റെ കയ്യിലുള്ളത്? നീ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും അത് നീ തന്നെയാ ചെയ്തത്. നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ? സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ നിന്നെ ഞാൻ കണ്ടത്. നിച്ചു അവള് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തേ? നീ ഇനി എന്തൊക്കെ തെളിവ് നികത്തിയാലും എൻ്റെ കണ്ണിൽ അത് ചെയ്തത് നീയാ, നീ മാത്രം. ഓക്കെ, നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. അതിലെനിക്കൊരു പരാതിയും പരിഭവവും ഇല്ല. അതിൻ്റെയൊക്കെ കാലങ്ങൾ എപ്പോഴോ കഴിഞ്ഞു. എടാ ഡെന്നി, അവന് കെട്ടയച്ചു വിട്ടെ. ഇങ്ങനെ ഇരുത്തി സംസാരിക്കാൻ അവന് കുറ്റവാളിയൊന്നും അല്ലല്ലോ. പിന്നെ നമ്മുടെ നിവർത്തിക്കേട് കൊണ്ട് ചെയ്തതല്ലേ. ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ കെട്ടയച്ചു വിട്ടേക്ക്. ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ അതിനൊക്കെ കറക്റ്റ് ആൻസർ തന്നാൽ മതി. എനിക്ക് പറ, ഞാനാണിത് ചെയ്യുന്നത് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിനുള്ള പ്രൂഫുകൾ എന്താ? തെളിവെന്താ ഞാനാണിത് ചെയ്തതെന്നുള്ളത്? പറ. എന്തിനാടാ ഇതിനൊക്കെ ഇത്രമാത്രം തെളിവ്? നീ അന്ന് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. എൻ്റെ നിച്ചുവിന് നീ ജീവനോടെ കത്തിക്കുന്നും പറഞ്ഞ അന്ന് പോയത്. അതുപോലെ തന്നെ ചെയ്തില്ലേ? അതിൽ പരം എന്ത് തെളിവ് വേണടാ? പറയാൻ. ഇച്ചായ മതി, ഹോബിച്ചായ വിട്ടെ. കയ്യാങ്കളിയൊന്നും വേണ്ട, വിടാനാ പറഞ്ഞേ. അതിന് നീ ഏതാടി? നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ആദ്യം ഇവനുള്ള കണക്ക് തീർക്കട്ടെ. അവൻ്റെ ഒരു ചോദ്യോത്തരം. നിന്നെ ഇനി ഞാൻ വിടില്ലടാ. എൻ്റെ കൈക്കൊണ്ടാ നിന്റെ അന്ത്യം. റെക്സി, കൂൾ. എൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? പറ. അതുപോലെ വേറൊരു ചോദ്യം. നിശ്ചയ എപ്പോഴേലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അവളെ ഞാൻ സ്നേഹിച്ചു, അവൾ എന്നെ സ്നേഹിച്ചു, അവൾ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ നിന്നോട് നേരിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടോ? പറയൂ. എന്താ റെക്സി, ഒന്നും മിണ്ടാനില്ലേ? ഇല്ല അല്ലേ? അവൾ അങ്ങനെ നിന്നോടൊരിക്കലും നേരിട്ട് പറഞ്ഞിട്ടില്ല. അതെനിക്കറിയാം. എല്ലാം ഫെലിക്സ് പറഞ്ഞാണല്ലോ നീ അറിഞ്ഞത്. നിനക്കാണെങ്കിലോ ഫെലിക്സ് എന്ത് പറഞ്ഞാലും അതാണ് വേദവാക്യം. അങ്ങനെ അവൻ പറഞ്ഞതിന് അടിസ്ഥാനത്തിലല്ലേ നീ എന്നെ തെറ്റിദ്ധരിച്ചത്? പറയേ. ഡാ, നീ അതും ഇതും പറഞ്ഞ് എന്നെ കൺഫ്യൂസ്ഡ് ആക്കാൻ നോക്കണ്ട. നീ തന്നെയാ ഇത് ചെയ്തത്. ഫെലിക്സിന് എന്തൊക്കെ പറഞ്ഞാലും അത് സത്യം തന്നെയായിരിക്കും. ഇച്ചായന് അത്രക്ക് ഉറപ്പുണ്ടോ? നിച്ചു, ഇതാരാ? കണ്ടിട്ട് ഇച്ചാനെ പോലെ ഉണ്ടല്ലോ ഇവിടെ. മോളെ നിച്ചു, നീ ജീവനോടുണ്ടോ? എൻ്റെ മോൾ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നോ? നിനക്കെന്താന്ന് സംഭവിച്ചേ? എന്താ നിനക്ക് പറ്റിയേ? നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഇന്ന് ഇച്ചായന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഹോബിച്ചായനാ കാരണം. ഇച്ചായനില്ലെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ എന്തൊക്കെയാ ഹോബിച്ചായ നടക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്
ഇതാരാ? പരിചയപ്പെടുത്താം, വിശദമായി തന്നെ പരിചയപ്പെടുത്താം. ഇത് ജാസ്മിൻ, നിച്ചു. അതായത് ഈ നിൽക്കുന്ന ഇവൻ ഞാൻ ജീവനോടെ കത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന നിച്ചു. എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇച്ചായ. ഇച്ചായനല്ലേ പറഞ്ഞേ അന്ന് നിച്ചു കത്തിയേരുന്നത് ഇച്ചായൻ കണ്ടെന്ന്. അപ്പൊ പിന്നെ ഇതെങ്ങനെ സത്യമാവും? അന്ന് സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ല ഡെന്നി, എല്ലാം ഞാൻ നിങ്ങളോട് ഇന്ന് പറയും. പക്ഷെ ആദ്യം പറയേണ്ടത് നിച്ചുവാ. അവള് തന്നെ തുടങ്ങട്ടെ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണെന്ന്. ഹോബിച്ചായൻ പറഞ്ഞത് ശരിയാ. ആദ്യം ഞാൻ തന്നെയാ എല്ലാം പറയേണ്ടത്. അതിനു മുന്നേ ഇച്ചാനോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ എപ്പോഴെങ്കിലും ഇച്ചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്ക് ഹോബിച്ചായനെ ഇഷ്ടമാണെന്നോ, അല്ലെങ്കിൽ ഹോബിച്ചായനെ എന്നെ ഇഷ്ടമാണെന്നോ, ഹോബിച്ചായൻ എന്നെ ഉപേക്ഷിച്ചെന്നോ, അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇച്ചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മറുപടി ഇല്ല അല്ലേ? കൂട്ടുകാരനെ അത്രമേൽ വിശ്വാസമായിരുന്നല്ലോ. എന്നാ അങ്ങനൊരു കാര്യം ഞാൻ ഫെലിക്സിനോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശരിയാണ്, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അത് ഞാൻ തളർന്നു വീണിട്ട് മാത്ര, അല്ലാണ്ട് സൂയിസൈഡിനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? സത്യമായ കാര്യങ്ങളാണ്. ഈ ചാൻ എന്നെ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ഹോസ്പിറ്റലായതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഫെലിക്സ് എന്നോടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ആയി. വീട്ടിലെത്തിയിട്ടാ പിന്നെ അയാൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നിച്ചു, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. ആരാ? നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? പറയേ, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാ? ലക്സിച്ചയ, അതെനിക്കൊരാളെ ഇഷ്ടാ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാ. ഓക്കെ, നീ ആര് വേണേലും ഇഷ്ടപ്പെട്ടോ. പക്ഷെ മോളെ, ഇതൊക്കെ ഇപ്പൊ തന്നെ പാടുണ്ടായിരുന്നോ? തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? റെക്സി അറിഞ്ഞ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? പറ. ഇച്ചയ, എനിക്കറിയാം ചെയ്തത് തെറ്റായിപ്പോയെന്ന്. പക്ഷെ അപ്പത്തെ സാഹചര്യത്തില് പറ്റിപ്പോയതാ, വേണമെന്ന് വിചാരിച്ചല്ല. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നിച്ചു. പക്ഷേ അവൻ മുതലെടുത്തതാണെങ്കിലോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞില്ല ലക്സിച്ചായ, ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു അബദ്ധം പറ്റിയതാ. അവൻ നല്ലവനാ. എന്തോ എനിക്കങ്ങനെ തോന്നില്ല. കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ. ഇനി ഇതൊക്കെ റെക്സി അറിയുമ്പോഴുള്ള അവസ്ഥയാ ഞാൻ ആലോചിക്കുന്നത്. ടെൻഷനാവും എനിക്ക്. എത്രയൊക്കെ ഫ്രീഡം തന്നാലും സ്വന്തം പെങ്ങള് ഇങ്ങനെയൊക്കെ ഏതാങ്ങളാർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തന്നെ സഹിക്കുന്നില്ല. അപ്പൊ അവന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്കറിയാം തെറ്റാണെന്ന്. ഇച്ചയം വന്നിട്ട് ഞാൻ പറയാനിരിക്കുമായിരുന്നു. ഞാൻ അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവനിവിടെ നാളെ തന്നെ എത്തും. പിന്നെ നീ ടെൻഷൻ ആവണ്ട. നീയായിട്ടൊന്നും പറയണ്ട. ഒരു മയത്തിൽ ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാക്കി തരാം. ഓക്കെ? താങ്ക് യു ചേ. ലക്സിച്ചായൻ്റെ കൂടെ നിൽക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒരുപാട് സന്തോഷമായി. അയ്യേ, എന്താ ഇത്? എൻ്റെ നീച്ചിങ്ങനെ കരയല്ലേ? എല്ലാത്തിനും വഴി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? നീ എൻ്റെ സ്വന്തം സിസ്റ്ററാ. അപ്പം നിൻ്റെ കൂടെ നിൽക്കേണ്ടത് എൻ്റെ കടമയല്ലേ? നീ വിഷമിക്കാണ്ട് ചെന്ന് കിടന്നേ. പിന്നെ അവനോട് നീ ഒന്നും മിണ്ടരുത്. എല്ലാം ഞാൻ ഏറ്റു. ഓക്കെ? ചെല്ലേ. ഗുഡ് നൈറ്റ്. അന്നത്തെ അയാളുടെ വാക്കുകളിൽ വീണ് പോയ ഞാൻ അന്ധമായിട്ട് തന്നെ വിശ്വസിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഇച്ചായൻ വന്നപ്പോൾ ഞാനായിട്ടൊന്നും പറഞ്ഞതുമില്ല, ഇച്ചായൻ എന്നോട് ചോദിച്ചതുമില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല അയാള് പിന്നിലൂടെ ഓരോന്ന് മറന്നിക്ക് ചെയ്യുമായിരുന്നു എന്ന്.
അങ്ങനെ അയാളുടെ പ്ലാൻ പോലെ എല്ലാം വർക്കൗട്ട് ആയി എന്ന് വേണം പറയാൻ. അതിവിദഗ്ധമായി തന്നെ എൻ്റെ ഇച്ചായനെ പറ്റിച്ചു. ഞാൻ പ്രഗ്നന്റ് ആണെന്നും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചെന്നും അതിനെല്ലാം കാരണക്കാരൻ തൻ്റെ കൂടപ്പിറപ്പ് പോലെ സ്നേഹിക്കുന്ന സുഹൃത്താണെന്നും കൂടി പറഞ്ഞപ്പോൾ ഇച്ചായൻ അതങ്ങ് വിശ്വസിച്ചു. ഇത്രയും നാൾ ഉറ്റ സുഹൃത്തായി കൂടെ ഉണ്ടായിരുന്നവനെ സംശയിച്ചപ്പോൾ പോലും ഇച്ചായന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കായിരുന്നു, ഹോബിച്ചായൻ ശ്രമിച്ചതുപോലെ. അങ്ങനെങ്കിൽ ഇന്ന് നമുക്കാർക്കും ഈ ഗതി വരില്ലായിരുന്നു. മോളെ ഞാൻ വേണ്ട, ഇച്ചാനൊന്നും പറയണ്ട. ഇപ്പൊ ഇച്ചാന് പറയാനുള്ള സമയമല്ല, എല്ലാം കേൾക്കാനുള്ള സമയമാണ്. അവൻ വിചാരിച്ച പോലെ നിങ്ങൾ തമ്മിൽ ശത്രുതയിലായെങ്കിലും സഹോദരന്റെ സ്ഥാനത്തുള്ള ഫെലിക്സിന് എന്നെ കൊടുക്കില്ലെന്ന് ഇച്ചായൻ പറഞ്ഞപ്പോഴാ അവന്റെ ഉള്ളില് മൃഗം ഉണർന്നത്. അന്ന് ഇച്ചായന്റെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ സ്നേഹിച്ച ആളുമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് കിടക്കുമ്പോഴാ എൻ്റെ സന്തോഷവും വിശ്വാസവും പ്രതീക്ഷയും തകർത്തെറിയാൻ അയാൾ വന്നേ. ആ അലക്സ് ഇച്ചായനായിരുന്നോ? ഞാൻ കരുതി മമ്മയാവുന്ന. അല്ല, ഇച്ചായനെവിടെ? എന്താ അലക്സ് ഇച്ചായനൊന്നും പറയത്തെ? എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഒന്നുമില്ല. മമ്മി എവിടെ? മമ്മി അപ്പുറത്ത് നേഹയുടെ വിട്ട് പോയതാ, ഇപ്പൊ വരും. ഞാനെന്നാ ചായ എടുക്കാം. എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്നെ വിട്ടേ. അങ്ങനെ വിടാനല്ലോ ഞാൻ നിന്നെ പിടിച്ചേ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്ക് നിന്നെ വേണം. പറ, നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? നിന്റെ മറ്റാനെ നീ അങ്ങ് മറന്നു കള. എന്നിട്ട് എൻ്റെ കൂടെ പോരും. വരില്ല നീ? നിങ്ങളിത് എന്തൊക്കെ പ്രാന്തായി പറയുന്നേ? കള്ളം കുടിച്ചാണ് അങ്ങോട്ട് കയറി വന്നേ. എന്നെ വിട്. അതെ, എനിക്ക് ഭ്രാന്ത. നിന്നെ കണ്ട നാൾ തൊട്ട് തുടങ്ങിയ ഭ്രാന്ത്. അപ്പോഴേക്ക് നീ പണി പറ്റിച്ചില്ലേ? എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നീ എൻ്റെ കൂടെ വേണം. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ പോയി എന്നെ വിട്ടേ പോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം ഇച്ചാനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ ഇച്ചായൻ മിണ്ടരുത് അവനെ പറ്റി. മര്യാദക്ക ഞാൻ അവനോട് നിന്നെ തരാൻ പറഞ്ഞ്. അപ്പൊ അവന് വലിയ ഡയലോഗ്, ഞാൻ സഹോദരന്റെ സ്ഥാനത്താണെന്ന്. അവനെന്റെ കൈ കിട്ടി ഞാൻ തീർക്കും. എനിക്ക് നിന്നെ വേണം ചിന്നു, നിന്നെ എനിക്ക് വേണം. അതിനു വേണ്ടിയാ ഒരവസരം വന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ മുതലെടുത്ത് അവരെ രണ്ടുപേരെയും തെറ്റിച്ച്. എന്നിട്ട് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ? സമ്മതിക്കില്ല ഞാൻ. എനിക്ക് നിന്നെ വേണം. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്തേ? പറയാൻ. എന്താ ചെയ്തതെന്നോ? നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഹോബിയാണെന്നും അവനിപ്പോ നിന്നെ വേണ്ടാന്നും നീ സൂയിസൈഡിന് ശ്രമിച്ചെന്നും ഞാൻ അവനോട് പറഞ്ഞു. ഇപ്പൊ രണ്ടും തല്ലിപ്പിരിഞ്ഞിരിക്ക. ഇനി നിനക്കെന്ത് സംഭവിച്ചാലും അത് അവൻ്റെ തലയിലേ വീഴും. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരുന്നതാ നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. താനെന്നെ പറ്റിക്കുമായിരുന്നുല്ലേ? ഇല്ല, എല്ലാം ഞാൻ ഇച്ചാനോട് പറയും. നിന്റെ എല്ലാ കള്ളക്കളിയും ഞാൻ പൊളിക്കും. വിടന്നെ. ചെന്ന് പറഞ്ഞു നോക്ക്. നീ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. അവനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നീ പറയാണെന്നേ അവൻ കരുതുള്ളൂ. ഡീ, നീ എന്നെ തല്ലി അല്ലേ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ തല്ലി? നിന്നെ എന്റേത് മാത്രം വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇങ്ങോട്ട് പാടി വരാ. നീ എന്നെ തല്ലു. നിന്നെ ഞാൻ
എങ്ങോട്ടാടി നീ പോകുന്നേ? എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. നിങ്ങളോട് രണ്ടുപേരോടും മര്യാദക്കല്ലേ ഞാൻ ചോദിച്ചേ? അപ്പൊ നിനക്ക് വയ്യ. ആണെങ്കിൽ എനിക്ക് എടുക്കാൻ അറിയാം. നീ എവിടെയോട്ടാടി പോകുന്നു? ഇങ്ങോട്ട് വാടി. നിന്നോട് ഞാൻ എന്നെ സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞേ? നിനക്കെന്നെ സ്നേഹിച്ചാ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും? എന്നെ സ്നേഹിക്കില്ല അല്ലേ? നീ സ്നേഹിക്കില്ല. പെട്ടെന്ന് മമ്മി അങ്ങോട്ട് കയറി വരുന്നത്. മമ്മി നോക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കുമായിരുന്നു. മമ്മി പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്ത് എന്നെ രക്ഷിക്കാൻ നോക്കി. പിന്നെ മമ്മിയുമായായി അയാൾ വഴക്ക്. ആ സമയത്ത് മമ്മിയുടെ പിന്നാലെ നേഹയും വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നേഹ ഒരുപാട് വിഷമിച്ചു. അപ്പോഴാ ഹോബിച്ചായൻ കയറി വരുന്നേ. അപ്പൊ തന്നെ അവള് ഹോബിച്ചായനോട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഹോബിച്ചായൻ എന്നെ അവിടുന്ന് കൊണ്ടുപോവായിരുന്നു. പിന്നീട് എന്തുണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിച്ചുവിനെയും കൊണ്ട് പോയതിന് ശേഷം നേഹ കാണുന്നത് മമ്മയുമായിട്ട് ഫെലിക്സ് വഴക്കുണ്ടാക്കുന്നതാണ്. അവൾ വേഗം ചെന്ന് മമ്മയെ രക്ഷിക്കാൻ നോക്കി. പക്ഷേ അതിനു മുന്നേ തന്നെ ഫെലിക്സ് മമ്മയെ കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ടായി. ഉള്ള ഡ്രഗ്സും മറ്റും ഇഞ്ചക്ട് ചെയ്ത് കിളിപോയ അവസ്ഥയായിരുന്നു ഫെലിക്സിൻ്റെത്. അവൻ ആരാന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയായിരുന്നു. നേഹനെ കണ്ട് അത് നിച്ചുവാണെന്ന് കരുതി വീണ്ടും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. നിച്ചുവിനെ കാറിലിരുത്തി മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ പോയി നോക്കി. അപ്പം ഞാൻ കാണുന്നത് ഇതാ. മോളെ, അപ്പൊ അന്ന് നേഹായിരുന്നു? അന്ന് എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? അതെ ചായ, അന്ന് എനിക്ക് പകരം നേഹയാണ് അയാൾ ജീവനോടെ കത്തിച്ചു കളഞ്ഞത്. അയാൾക്കിപ്പോഴും ഓർമ്മ കാണില്ല അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന്. അത് മാത്രല്ല, നീയല്ല അത് ചെയ്തതെന്ന് മമ്മ മൊഴി കൊടുത്ത ഉടനെ മമ്മ മരിച്ചിട്ടില്ലായിരുന്നു. മമ്മ ബോധം കെടുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം മമ്മ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ നിച്ചുവിനെയും കൊണ്ട് പോയതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന്. ഇതൊക്കെ കേട്ട് ഞാൻ അവിടുന്ന് പോയതിന് ശേഷം ഫെലിക്സ് അവൻ മമ്മയെ എന്നും നമ്മുടെ കൂടെ ജീവനോടെ ഇരിക്കേണ്ട മമ്മയെ അവനന്ന് വിജയൻ ഇപ്പോഴേലൊന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്ക്. നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പൻ്റെ മോനെ കാണാനല്ലേ നീ ആഗ്രഹിക്കുന്നേ? ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എൻ്റെ കൂടെ വാ. എന്താടാ, അവനോട് ചെന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന്? എന്നിട്ട് അവൻ വിശ്വസിച്ചോ?
അവൻ ഒരിക്കലും വിശ്വസിക്കില്ല. എന്തേ നീ ഒന്നും മിണ്ടാത്തേ? നിനക്കൊന്നും പറയാനില്ലേ? ഇതിലിപ്പോ ഞാനെന്ത് പറയാനാടാ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നീ തന്നെ നേരിട്ട് പറയ്, അതല്ലേ നല്ലത്. റെക്സി, നീ നീ ഇത് കണ്ടോ? ഈ ചേട്ട എന്നെ ഇവിടെ കെട്ടിയിട്ട് ഉപദ്രവിക്കുക. ഇവനിപ്പോൾ പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തെന്ന്. നീ നീ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുക, എന്നിട്ട് വേണം നമുക്ക് ഇവനെ തീർക്കാൻ. ആണോ? അവനങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും റീസൺ കാണില്ലേ? എന്താ റീസൺ? നീയാണോ അതൊക്കെ ചെയ്തത്? റെക്സി, നീ നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നീയും വിശ്വസിക്കുന്നുണ്ടോ ഞാനാണ് നമ്മുടെ നിച്ചുവിനെയും അമ്മേനെയും അങ്ങനെ ചെയ്യുന്നതെന്ന്? നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ, ഇതൊക്കെ അവൻ വെറുതെ പറയുന്നതാ. നീ ഇതൊന്നും വിശ്വസിക്കല്ലേ? അതെന്താടാ, ജീവനോടെയുള്ള അവന്റെ പെങ്ങള് തിരികെ വന്നിട്ടും നീ പറയുന്നതൊക്കെ അവൻ വിശ്വസിക്കണോ? ഹലോ അമീസ്, ഇറ്റ്സ് മീ ഷാമി. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. എന്താ പറയുക, യാ, ജസ്റ്റ് വൺ മോർ എപ്പിസോഡ് അവർ ടൈഗർ ഈസ് ഗോയിങ് ടു എൻഡ് ഹിയർ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഈ ടൈഗർ എന്ന സ്റ്റോറി ഞാനിടും, പിന്നെ ഒന്ന് മുങ്ങും, പിന്നെ എപ്പോഴേലും പൊന്തും, അങ്ങനെ ഒരു രീതിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ പറ്റ സ്റ്റോപ്പ് ചെയ്ത സ്റ്റോറിയാണ് പകുതി വഴിക്ക്. അങ്ങനെ ഒരിക്കൽ FF ഒക്കെ തന്നെ പാടം നിർത്തി പോയതായിരുന്നു മാരേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ എന്തോ ഇതെനിക്ക് ഞാൻ തുടങ്ങി വെച്ചതല്ലേ, അത് അവസാനിപ്പിക്കണം എന്നൊരാഗ്രഹം. സോ അങ്ങനെ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പേരെന്നെ മറന്നു പോയെങ്കിലും കുറച്ച് പേരെന്നെ എൻ്റെ സ്റ്റോറിനെ ഓർത്തിട്ടുണ്ടായിരുന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അങ്ങനെ വീണ്ടും സ്റ്റോറി റീകണ്ടിന്യൂ ചെയ്ത് അവസാനം ക്ലൈമാക്സിൽ കിടക്കുകയാണ്. എന്താ പറയണ്ടേ എനിക്കറിയില്ല. ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. ടൈഗർ അവസാനിക്കുന്നതിൽ വിഷമമൊന്നുമില്ല. ടൈഗർ അവസാനിച്ചാലേ എനിക്ക് പുതിയ സ്റ്റോറീസ് ഇനിയും ഇട്ട് ഇതിൽ ആക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ആമീസ്, നിങ്ങൾ എന്തിടാൻ മറന്നാലും കമൻ്റ് ഇടാൻ മറക്കരുത്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. വേറൊന്നും കൊണ്ടല്ല, ഒരു FF ക്രിയേറ്റർ, എഡിറ്റർ എന്നൊക്കെ നിലക്ക് ആർക്കായാലും അവരുടെ വ്യൂവേഴ്സിൻ്റെ റിവ്യൂസ് ആയിരിക്കും ഏറ്റവും ഹാപ്പിനെസ് കൊടുക്കുക അല്ലേ? അതന്നെ എനിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ റിവ്യൂസ് ഇങ്ങോട്ട് പോന്നോട്ടെ, ഞാൻ അതിന് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ബൈ, ലവ് യു. അപ്പോൾ നമുക്ക് ക്ലൈമാക്സ് എപ്പിസോഡ് നെക്സ്റ്റ് സൺഡേ ഓർ സാറ്റർഡേ നമുക്ക് കാണാം. ബൈ.